ജനാർദ്ദനക്കുറിപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിലെ കാമരത്ന തന്ത്രം എന്നുള്ള ഗ്രന്ഥത്തിൽ 573 പേജ് തുടങ്ങി കേശരഞ്ജനം. വെളുത്ത തലമുടിയുള്ളവർക്ക് മാല, സുഗന്ധദ്രവ്യം, ധൂപം, വസ്ത്രം, ഭൂഷണങ്ങൾ തുടങ്ങിയ പദാർത്ഥങ്ങളൊന്നും സുന്ദരമായി തോന്നുകയില്ല. അതിനാൽ മുടി നന്നായി കറുപ്പിച്ച് നിലനിർത്തണം. വെളുക്കാനുള്ള മുടിയുടെ സ്വഭാവം മാറ്റാൻ ആവശ്യമായ മരുന്നുകൾ ഉപയോഗിക്കണം. 1. നെല്ലിക്ക അരച്ച എണ്ണ ഉണ്ടാക്കണം. കാന്ത, പാഷാണാദി ചൂർണം, കാകതുണ്ടി ഫലം, ലോഹചൂർണം ഇവയെല്ലാം പൊടിച്ച് ചൂർണമാക്കി ധാന്യം എണ്ണയിലോ ആങ്കോല തൈലത്തിലോ ഇട്ട് വയ്ക്കണം. 1 മാസം കഴിഞ്ഞ് ഈ തൈലം എടുത്ത് തലയിൽ തേക്കണം. 3 ദിവസം തേച്ച് പിടിപ്പിച്ചാൽ വെളുത്ത മുടിയെല്ലാം നന്നായി കറുത്ത മുടിയാകും. ഈ പ്രയോഗം കൊണ്ട് 6 മാസം വരെ മുടി നന്നായി കറുത്ത് തന്നെ ഇരിക്കും. തിഫല, ലോഹചൂർണം, നീലത്തിൻ്റെ ഇല, ഭൃംഗിമൂലം ഇവ പൊടിച്ച് 1 ദിവസം വരെ ആട്ടിൻമൂത്രത്തിൽ മുക്കിയിട്ട് എടുത്ത് തലയിൽ തേച്ചാൽ വണ്ടിൻ്റെ നിറം പോലെ ഭംഗിയുള്ള കറുത്ത തലമുടിയായി തീരും. ഗുഞ്ചാബീജം പൊടിച്ച് കുട്ടം, ഏലം, ദേവദാരു ഇവ തുല്യമായി എടുത്ത് പൊടിച്ച് ഭൃംഗജ ദ്രവ്യത്തിൽ മുക്കിയിട്ട് എടുത്ത് പൊടിയുടെ 4 ലിറ്റർ എണ്ണ ഒഴിച്ച് ചെറുചൂടിൽ പാകപ്പെടുത്തണം. പിന്നീട് എടുത്ത് തലയിൽ തേച്ചാൽ വണ്ടിൻ്റെ നിറം പോലെ നല്ല കറുത്ത നിറമുള്ളതാകും മുടി. ആനപ്പല്ല് കരിച്ച് അത്ര തന്നെ രസവും ചേർത്ത് ആട്ടുംപാലിൽ അരച്ച മുടിയിൽ തേച്ചാൽ മുടി നന്നായി കറുക്കും. ത്രിഫലവും ലോഹചൂർണവും ഇക്ഷു, ഭൃംഗരസം, ഗന്നേരസം ഇവയുടെ പകുതി കറുത്ത മണ്ണും ഏതെങ്കിലും പാത്രത്തിൽ ഒഴിച്ചൊരു മാസം വരെ അടച്ചു കെട്ടിവയ്ക്കാം. തുറന്ന് മുടിയിൽ പുരട്ടണം. മുടി 4 മാസം വരെ നല്ല കറുപ്പ് നിറമായിരിക്കും. ലോഹകിട്ടം, ജപാപുഷ്പം ഇവ അരച്ച് ധാത്രിമൂലം ചേർത്ത് അരച്ച് ഈ ലേപം 36 ദിവസം വരെ മുടിയിൽ തേച്ച് പിടിപ്പിക്കണം. എന്നാൽ 1 മാസം വരെ മുടി കറുത്ത് തന്നെ ഇരിക്കും. ഭൃംഗരാജരസം 1 സേർ, അത്ര തന്നെ കറുത്ത എള്ള് കൊണ്ടുള്ള എണ്ണ എന്നിവയോട് നീലികാരസം കൊണ്ടുള്ള എണ്ണ നന്നായി ചേർത്ത് ഇളക്കി 3 നേരം വയ്ക്കണം. ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കണം. 3 ദിവസം ചെയ്താൽ തന്നെ തലമുടി നന്നായി കറുക്കും. സജ്ജീഘാരം, ജവാഘാരം എന്നീ ക്ഷാരങ്ങളും സിദ്ധാർത്ഥം, കാഞ്ചി, നാഗേശ്വരം ഇവ അരച്ച മുടിയിൽ തേച്ച തലമുടി നന്നായി കറുക്കും. കാകമാച്ചി, ബീജം, സമം കറുത്ത എള്ളിൻ്റെ എണ്ണ ഇവ ആട്ടി എണ്ണയെടുത്ത് തലയിൽ തേച്ചാൽ തലമുടി നന്നായി കറുക്കും. പശുനെയ്യ്, ഭൃംഗജദ്രവ്യം, മയൂഖശില ഇവ ഇളം ചൂടിൽ ചേർത്ത് ഇളക്കി മുടിയിൽ തേച്ചാൽ എല്ലാം കറുക്കും. കാകമാചി ബീജം, അത്ര തന്നെ കറുത്ത എള്ള്, ജപാ പുഷ്പരസം, ക്ഷൗദ്രം ഇവ ഇളക്കി 1 സേർ ശഹദും ചേർത്ത് വെച്ച് 7 ദിവസം വരെ തലയിൽ തേച്ചാൽ തലമുടി നന്നായി കറുക്കും. ത്രിഫല, ലോഹചൂർണം ഇവ തുല്യമായി എടുത്ത് വെള്ളം ചേർത്ത് അരച്ച് ഭൃംഗരസവും അതിൻ്റെ തൈലവും ചേർത്ത് മന്ദാഗ്നിയിൽ ചൂടാക്കണം. തൈലം മാത്രമായാലും എടുത്ത ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് 1 മാസം വരെ ഭൂമിയിൽ കുഴിച്ചിടണം. 1 മാസം കഴിഞ്ഞെടുത്ത് കാതലുവാഴയിലിൽ എടുത്ത് തലയിൽ തേച്ച് മർദ്ദിക്കണം. 7 ദിവസം വരെ ചെയ്യണം. ഇതോടൊപ്പം കാറ്റില്ലാത്ത മുറിയിൽ താമസിച്ച് പാൽക്കഞ്ഞി കുടിക്കണം. ത്രിഫല തിളപ്പിച്ച വെള്ളത്തിൽ തല കുളിക്കണം. 7 ദിവസം ചെയ്താൽ മുടി കറുക്കും. സ്ഥിരമായി തുടരും. മഹാകാലബീജം, ബാഗുജി ബീജം, സോമരാജി ബീജം ഇവ പൊടിക്കണം. ജപാകുസും പുഷ്പത്തിൻ്റെ നീരിൽ 4 ദിവസം മുക്കി വയ്ക്കണം. ഇതിൽ നിന്നും പാതാളയന്ത്രത്തിൻ്റെ സഹായത്തോടെ തൈലമുണ്ടാക്കി തലയിൽ തേക്കാം. അല്ലെങ്കിൽ ഇരണ്ട പാത്രത്തിൽ തേച്ച് തലയിൽ തേക്കണം. ഇക്കാലത്ത് പാൽ കുടിക്കണം. കാറ്റോ പുകയില്ലാത്ത വിധം താമസിക്കണം. 7 ദിവസം പുരട്ടണം. വായിൽ അരിയോ അവലോ നിറച്ച് വേണം മരുന്ന് തേക്കാൻ. എന്നാൽ നരച്ച മുടിയെല്ലാം കറുത്താവും. മോഹാഗ്രം, കർദമത്തിൽ 6 മാസം കുഴിച്ചിടുക. പിന്നീട് എടുത്തൊരു കർഷം പൊടി തയ്യാറാക്കണം. അതിൽ നരച്ച തലമുടിയിൽ തേച്ചാൽ ആ മുടി വെളുക്കുകയില്ല. കറുത്ത വണ്ടിന് സമാനമായി തോന്നും. ഇക്കാര്യത്തിൽ സംശയം വേണ്ട. ഇതിന് കപാലരഞ്ജന യോഗം എന്ന പേരാണ്. നീലിവേര്, സൈന്ധവം, പിപ്പിലി, നെയ്യ് ഒന്നിച്ച് അരച്ച് തലയിൽ തേച്ചാൽ വെളുത്ത തലമുടി ക്രമത്തിൽ കറുത്തു വരും. 16. ഫലാന്വിതം, ചൂതതരോ, പ്രസൂനം, പിണ്ടാരകം, പാണ്ഡൂരം, നീലി ഇവയെല്ലാം 1 സേർ എള്ളെണ്ണയിൽ അരച്ച് നന്നായി യോജിപ്പിക്കണം. ഒരു അരയന്നത്തിൻ്റെ വെളുത്ത തൂലിൽ പുരട്ടി നോക്കണം. അത് നന്നായി കറുക്കുന്നതുവരെ അരച്ച് തേച്ച് ചേർത്ത് പരീക്ഷിക്കണം. എന്നാൽ കറുത്താൽ അരയ്ക്കൽ നിർത്തി തലയിൽ പ്രയോഗിക്കുക. ഈ ദ്രവ്യത്തെ നീലത്തേൽ എന്നറിയപ്പെടുന്നു. ഈ എണ്ണ 3 ദിവസം വരെ വെളുത്ത തലമുടി തേച്ച് പിടിച്ചാൽ അത് കരടി രോമം പോലെ കറുത്തായി തരും. ഈ വിദ്യ വളരെയധികം ഉപയോഗിച്ച് പരീക്ഷിച്ചുള്ളതാണ്. ശതാവരി, കൃഷ്ണതിലം, ഗൗരോചനം, കാകമുഖം വരച്ച് നന്നായി ചേർത്ത് മുടിയിൽ തേച്ച് പിടിച്ചാൽ നരച്ച മുടിയെല്ലാം നന്നായി കറുക്കും. മദന്തി, നവമല്ലി എന്ന പുഷ്പത്തിൻ്റെ ചാറ് എള്ളെണ്ണയിൽ ചേർത്ത് നരച്ച മുടിയിൽ തേച്ചാൽ കറുക്കും. അകാല നരയ്ക്ക് പരിഹാരമാണ്. മുടിയിലെ താരം തുടങ്ങിയ മറ്റു രോഗങ്ങൾക്കും പരിഹാരമാണ്. മോഥ, സർഷപം, ഹുഷീരം, ഹരീതകി, ആമലം ഇവ സമമായി എടുത്ത് അരച്ച് ചൂടാക്കി കുറുക്കി മുടിയുടെ വേരിൽ തേച്ച് പിടിപ്പിച്ചാൽ വെളുത്ത മുടി മേഘസമാനം നന്നായി കറുത്തതാകും. കേശരഞ്ജനം കഴിഞ്ഞു. സ്നാനാർത്ഥ സുഗന്ധിത ദ്രവ്യം: ചെറിയ ഏലക്കായ, മോഥ, ഉഷീര, നഖി, ആമം, നാഗകേശ്വരം, ശേഫാലിക പുഷ്പം, തേജപാദം, പലാശം ഇവയുടെ ചൂർണ്ണമുണ്ടാക്കി തലയിൽ പുരട്ടി കുളിച്ചാൽ സുഗന്ധവും കാന്തിയും വർദ്ധിക്കും.
നാഗകേസരം, നാഗരമോഥ, ഖസ, നഖി, ഹരഡ് ഇവ പൊടിച്ച് തലമുടിയിൽ പുരട്ടി കുളിച്ചാൽ 15 ദിവസം വരെ സുഗന്ധം നിലനിൽക്കും. ഹരടിൻ്റെ തൊലി, ആവല, മേഢ, സീങ്കി, മോഥയുടെ രസം, കുട്ടം, ജടാമാഞ്ചി ഇവ അരച്ച് പുരട്ടി കുളിച്ചാൽ സുഗന്ധിതമാകും. സ്നാർത്ഥ സുഗന്ധിത ദ്രവ്യം കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം.